നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിൽ വമ്പിച്ച കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചുവെന്ന് കൃഷിമന്ത്രി കെ.പി. മോഹനൻ. ചെമ്മട്ടം വയലിൽ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരയി പാലക്കാലിൽ PR സ്മാരക മന്ദിരം തുറന്നു. മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ 4.5 വർഷകാലത്തെ ഭരണം നഗരസഭാ മേഖലയ്ക്ക് അവഗണന മാത്രം നൽകിയെന്ന് KMCSU സംസ്ഥാന പ്രസിഡന്റ് KK ശശികുമാർ. മാണിക്കോത്ത് മഖാമുറൂസ് 25-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൈമാറ്റം 28-ന് നടക്കും. ചടങ്ങ് ചരിത്ര സംഭവമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മീങ്ങോത്ത് നാർക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടം തുടങ്ങി. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം തുറന്നു. ചെമ്മട്ടം വയലിൽ മന്ത്രി KP മോഹനൻ പച്ചക്കറി വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിതമായ ജൈവ പച്ചക്കറികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ കൃഷിഭവന്റെ കീഴിൽ ചെമ്മട്ടം വയൽ ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മന്ത്രി KP മോഹനൻ നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഇതിലെല്ലാവരുടെയും സഹകരണമുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി ഞങ്ങൾ കാണുന്നത്. 2012 കേരളത്തിലെ 54 ലക്ഷം വിദ്യാർത്ഥികളുടെ കൈകളിൽ 5 തരം വിത്തിൻ്റെ പാക്കറ്റ് കൊടുത്തു തുടങ്ങിയ പദ്ധതി നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കുന്ന വിദ്യാർത്ഥികൾ, കൊച്ചുകൂട്ടുകാർ വീടുകളിൽ കൊണ്ടുപോയി പച്ചക്കറി വിത്ത് മുളപ്പിച്ച് വലുതാക്കി അത് വലിയൊരു സന്ദേശമാക്കി മാറ്റി. അത് സന്ദേശമായപ്പോൾ അത് വിദ്യാലയങ്ങളിലേക്ക് വ്യാപിച്ചു. വിദ്യാലയങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് വീണ്ടും വ്യാപിച്ചു. പല പ്രദേശങ്ങളിലും വ്യാപിച്ചു. E. ചന്ദ്രശേഖരൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ BV രമേശൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. PR സ്മാരക മന്ദിരവും ജയ് ഹിന്ദ് വായനശാലയും മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. അരയി പാലക്കാലിലാണ് ചടങ്ങ് നടന്നത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവും മുൻ മന്ത്രിയുമായിരുന്ന PR കുറുപ്പിന്റെ നാമധേയത്തിലുള്ള സ്മാരക മന്ദിരം ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ യാത്രയിൽ പലതും സംഭവിക്കും. ഞാൻ 50കളിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരിക്കുമ്പോൾ കുറച്ചുകൊണ്ടിരുന്നപ്പോൾ സഖാവ് PR പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളെപ്പോലെയുള്ള അന്നത്തെ ചെറുപ്പക്കാരെ ആവേശം കൊള്ളിച്ചിരുന്നു. ഞാൻ പറഞ്ഞ 50 കാലഘട്ടങ്ങളിലാണ്. അന്നൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സമർപ്പണമായിരുന്നു. മന്ത്രി KP മോഹനൻ മുഖ്യ അതിഥിയായിരുന്നു.
ജയ്ഹിന്ദ് വായനശാലാൻ ഗ്രന്ഥാലയം ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി കോരൻ മാസ്റ്റർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ആദ്യകാല ലൈബ്രറി പ്രവർത്തകരെ എം കുഞ്ഞമ്പാടി ആദരിച്ചു. എ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ അമ്പാടി, പി വി കെ പനയാൽ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കെ പി സതീഷ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ, മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. UDF സർക്കാർ 4.5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നഗരസഭാ മേഖലയെ അവഗണിച്ചതായി KMCSU സംസ്ഥാന പ്രസിഡന്റ് KK ശശികുമാർ പറഞ്ഞു. സംഘടനയുടെ അംഗത്വ പ്രവർത്തനങ്ങൾ കാഞ്ഞങ്ങാട്ട് നടന്നു. UDF സർക്കാരിന്റെ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഭരണത്തിൽ നഗരസഭാ മേഖലയിൽ എടുത്തുപറയത്തക്ക ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന KMCSU സംസ്ഥാന സെക്രട്ടറി KK ശശികുമാർ പറഞ്ഞു. സംഘടനയുടെ അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് സമീപം നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സംസ്ഥാനത്ത് 3.34 ലക്ഷത്തോളം വരുന്ന മനുഷ്യരിൽ ഏറ്റവും നന്നായി അക്കാര്യം ബോധ്യമുള്ള ആളാണ് ഞങ്ങളുടെ പുതുപ്പള്ളിക്കാരൻ ബഹുമാനായ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ജീവനക്കാരുടെ അധ്യാപകരുടെ വേതനത്തിന്റെ കുടിശ്ശിക 2017 ഏപ്രിൽ മാസം മുതൽ 4 ഗഡുക്കളായി നൽകും എന്ന് പറഞ്ഞത്. വെറുതെ അല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ജനങ്ങളെ ആകെ കബളിപ്പിക്കുവാൻ വേണ്ടി വലിയ കണക്കിന്റെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 7000 ചിലവാനം കോടി രൂപ ചെലവ് വരുമത്രേ. പേ കമ്മീഷൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ പേ കമ്മീഷൻ പറഞ്ഞ ഒരൊറ്റ സ്കെയിൽ പോലും അതേപോലെ ഏറ്റെടുത്തിട്ടില്ല. പാവപ്പെട്ട പാർട്ട് ടൈം സ്വീപ്പറുടെ ഉൾപ്പെടെ, പാവപ്പെട്ട ക്ലർക്കുമാരുടെ ഉൾപ്പെടെ, ക്ലാസ് 4 വിഭാഗം ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്കെയിലുകളും വെട്ടിക്കുറയ്ക്കുകയാണ് UDFന്റെ ഗവൺമെന്റ് ചെയ്തത്. ഗ്രേഡ് ഉയർത്തിയ നഗരസഭകളിൽ ഇതുവരെയും മാനദണ്ഡങ്ങൾക്കനുസൃതമായ തസ്തികകൾ സൃഷ്ടിച്ചിട്ടില്ല. പുതിയ നഗരസഭകളും കോർപ്പറേഷനുകളും രൂപീകരിച്ചതല്ലാതെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനോ ജീവനക്കാരെ നിയമിക്കുന്നതിനോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന പ്രസിഡന്റ് എ വേണുഗോപാലൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് എ ഉണ്ണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാംപ്രശാന്ത് എന്നിവർ സംസാരിച്ചു. PU സൂരജ് സ്വാഗതം പറഞ്ഞു. മാണിക്കോത്ത് മഖാമുറൂസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 25 മുതൽ 31 വരെയാണ് മഖാമുറൂസ് നടക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ മാണിക്കോത്ത് മഖാമുറൂസ് ജനുവരി 25 മുതൽ 31 വരെ തീയതികളിലായി നടക്കും. ഖാസി ഹസൈനാർ നഗറിലാണ് ഉറൂസ് നടക്കുന്നത്. കാഞ്ഞങ്ങാട് ജമാഅത്ത് ഗാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഖലീൽ ഹുദവി കാസർഗോഡ്, ഷമീർ ദാരിമി കൊല്ലം, മുഹമ്മദ് ഷാഫി ഫാസിൽ ബാഘവി കൊല്ലം, അൽഹാഫിൽ ഷമീസ് ഖാൻ നാഫി തൊടുപുഴ തുടങ്ങിയവരുടെ മതപ്രഭാഷണവും നടക്കും. ബഹുമാന്യനായ നമ്മുടെ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന്റെ ഖാദി സമസ്തയുടെ ട്രഷറർ കൂടിയായ മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഉദ്ഘാടന കർമ്മത്തോടുകൂടി പരിപാടിക്ക് തുടക്കം കുറിക്കും. ശേഷമുള്ള ദിവസങ്ങളിൽ പ്രമുഖന്മാരായ പണ്ഡിതന്മാർ സിംസാൾ ഹഫദവി, മുസ്തഫ തൗബദവി അക്കോടക്കമുള്ള പണ്ഡിതന്മാരും സൂഫിയന്മാരായ മഹാനായ മാണിക്കോബിന്, മഹാനായ മാണി ഉസ്താദ്, അതുപോലെ തന്നെ ബാബാട് ഉസ്താദ്, ഇങ്ങനെ പ്രമുഖന്മാരായ സൂഫിയാക്കളും പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഖബീർ ഫൈസി, സൺലൈറ്റ് അബ്ദുൾ റഹ്മാൻ ഹാജി, മാട്ടുമൽ കുഞ്ഞഹമ്മദ് ഹാജി, MK അമീർ, മാട്ടുമൽ മജീദ്, KNH മുഹമ്മദ്, അബ്ദുൾ റഹ്മാൻ പാലക്കി, കരീം മൈത്രി, സൈഫുദ്ദീൻ, മുഹമ്മദ് ഷെരീഫ്, അബ്ദുൾ റഹ്മാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളും 3.5 ഏക്കർ സ്ഥലവും കാഞ്ഞങ്ങാട് മുസ്ലിം യതീംഖാനയ്ക്ക് കൈമാറും. 28-ന് നടക്കുന്ന ചടങ്ങിൽ വഖഫ് ബോർഡ് ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 28-ന് രാവിലെ 11 മണിക്ക് ഇക്ബാൽ സ്കൂൾ മൈതാനിൽ നടക്കുന്ന കൈമാറ്റ ചടങ്ങ് ചരിത്ര സംഭവമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. സ്കൂളിന്റെയും സ്ഥലത്തിന്റെയും രേഖകൾ നിലവിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ അബ്ദുൽ ഹഫീസ്, ഡോക്ടർ മുഹമ്മദ് അഫ്സൽ, MBM അഷ്റഫ്, MBM അബ്ദുൽ ബഷീർ എന്നിവർ ചേർന്ന് വഖഫ് ബോർഡ് ചെയർമാന് കൈമാറും. ചടങ്ങിൽ യതീംഖാന പ്രസിഡന്റ് എ ഹമീദ് ഹാജി അധ്യക്ഷനാവും. 1968 സഖാവ് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയും CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സപ്തകക്ഷി മന്ത്രിസഭയാണ് 68-ൽ ഇക്ബാൽ ഹൈസ്കൂൾ അനുവദിച്ചത്. അത് പിന്നീട് പടിപടിയായി ഉയർന്നു ഹയർ സെക്കൻഡറി സ്കൂൾ ആ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 2000-ഓളം വിദ്യാർത്ഥികളും 100-ലധികം അധ്യാപകന്മാരും അധ്യാപകേതര ജീവനക്കാരും ജോലി ചെയ്യുന്ന വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. 5 മുതൽ 12 വരെ ക്ലാസുകളിലായി 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇക്ബാൽ സ്കൂളിൽ അധ്യാപകേതര ഉൾപ്പെടെ 100-ലേറെ ജീവനക്കാരുണ്ട്.
മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ 1967 EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെയാണ് 1968 അജാനൂർ ഇക്ബാൽ ഹൈസ്കൂൾ അനുവദിച്ചത്. 91 കെ ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഇക്ബാലിനെ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തുകയുണ്ടായി. സ്ഥാപകരായിരുന്ന ഡോക്ടർ MA അഹമ്മദ്, MB മൂസ ഹാജി എന്നിവരുടെ നിര്യാണത്തിന് ശേഷം ഇരുവരുടെയും മക്കളായ ഡോക്ടർ അബ്ദുൽ ഹഫീസ്, MBM അഷ്റഫ്, ഡോക്ടർ മുഹമ്മദ് അഫ്സൽ, MBM അബ്ദുൽ ബഷീർ എന്നിവരുൾപ്പെട്ട സർ മുഹമ്മദ് ഇക്ബാൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ് സ്കൂൾ നടത്തിവരുന്നത്. ഹൃദയവിശാലതയുടെ അടയാളമായ കൈമാറ്റ ചടങ്ങിന് 28 നാട് സാക്ഷ്യം വഹിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ എത്തിങ്കാന പ്രസിഡന്റ് A ഹമീദ് ഹാജി, സംഘാടക സമിതി ചെയർമാൻ MBM അഷ്റഫ്, ഡോക്ടർ അബ്ദുൽ ഹഫീസ്, C യൂസഫ് ഹാജി, എത്തിങ്കാന ജനറൽ സെക്രട്ടറി സുറൂർ മൊയ്തു ഹാജി, പ്രചാരണ സമിതി ചെയർമാൻ T മുഹമ്മദ് അസ്ലം, കൺവീനർ MB ഹനീഫ് എന്നിവർ പങ്കെടുത്തു. അജാനൂർ പഞ്ചായത്തിൽ ജൈവ കൃഷി ക്ലസ്റ്ററിലെ അംഗങ്ങൾക്കുള്ള പരിശീലനം നടന്നു. കിഴക്കങ്കര മുച്ചിലോട്ട് LP സ്കൂളിലാണ് പരിപാടി നടന്നത്. അജാനൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കിഴക്കുംകര ജൈവകൃഷി ക്ലസ്റ്റർ പരിശീലന പരിപാടി നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് അജാനൂർ പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്ന പ്രധാനപ്പെട്ട അജണ്ട. ഈ കൃഷി എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും ആരൂപത്തിലുള്ള കൃഷി സംവിധാനം നടപ്പിലെത്താനുള്ള നിലപാട് സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഇവിടെ ക്ലസ്റ്റർ ഏർപ്പെടുത്തുന്ന ഈ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പായിട്ടോ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കുടുംബാംഗങ്ങൾ യോജിച്ചിട്ടുള്ള സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ടുള്ള അതിൽ ജൈവ കൃഷി ഉത്പാദനം നടത്താനുള്ള നിലപാട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് വിപുലമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്ത് നമുക്കറിയാം ജൈവ കൃഷി ഉത്പാദനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കൃഷി ഭവൻ മുഖാന്തര വർഷങ്ങളോളമായി നമ്മുടെ ഇത് രൂപത്തിൽ അടിത്തട്ടിൽ ഇത് ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പഞ്ചായത്തും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വാർഡിനകത്തുള്ള നമ്മുടെ വാർഡ് മെമ്പർമാരെല്ലാം കഴിഞ്ഞ കാലത്തിലും പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നതിനെ സംബന്ധിച്ച് നല്ല രീതി അതിൽ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്നതിനുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയണം. അജാനൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗീത ക്ലാസ് കൈകാര്യം ചെയ്തു. വാർഡ് മെമ്പർമാരായ KM ഗോപാലൻ, K മോഹനൻ, ഹമീദ് ചേരക്കാടത്ത, TV നാരായണൻകുട്ടി, K വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ പിലിക്കോട് രേരമംഗലം ക്ഷേത്ര പരിസരത്തെ ചരിത്രസാക്ഷിയായ ആൽമരം ഇനി ഓർമ്മയിൽ മാത്രം. ക്ഷേത്രപ്രവേശന സമരത്തിന് സാക്ഷിയായ ആൽമരമാണ് ഓർമ്മയായത്. തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങിയ ഐത്താചാരങ്ങൾക്കെതിരായി ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പിലിക്കോടും സമരത്തിന്റെ അലയൊലികൾ ഉയർന്നിരുന്നു. സമരത്തിന്റെ ഭാഗമായി പിലിക്കോട് രേരമംഗലം ക്ഷേത്രത്തിൽ മുഴുവൻ ആളുകൾക്കും പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടന്നു. പാലാട്ട് പുതിയ വീട്ടിൽ നാരായണൻ അടിയോടി, PC കുഞ്ഞിരാമൻ അടിയോടി, PC കുഞ്ഞികൃഷ്ണൻ അടിയോടി, PC ഗോപാലകൃഷ്ണൻ അടിയോടി, C അച്യുതൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. അന്ന് ക്ഷേത്രത്തിലെ സനാതന നേതൃത്വം ഈ സമരത്തെ അടിച്ചമർത്താൻ മുന്നോട്ട് വരികയും ചെയ്തു. ഇവരുടെ നേതൃത്വത്തിൽ സമരത്തിന് നേതൃത്വം നൽകിയവരെ ക്ഷേത്രത്തിന് മുന്നിലുള്ള ആൽമരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ആവേശഭരിതമായ ആ ചരിത്രം നെഞ്ചേറ്റി തലയുയർത്തി നിന്ന് പുതുതലമുറയ്ക്ക് ചരിത്രം പകർന്നു നൽകിയ ആൽമരമാണ് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുറിച്ചു മാറ്റിയത്. ഇന്ന് പ്രദേശത്തെ എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ക്ഷേത്രമാണ് പിലിക്കോട് രേരമംഗലം ക്ഷേത്രം. ജാതിചിന്തകൾക്ക് അതീതമായി ഒരുമയോടെ പ്രദേശത്തെ ജനങ്ങളെ കൂട്ടിച്ചേർക്കുന്ന സാമൂഹ്യാവസ്ഥയിലേക്ക് നയിച്ചതിൻ്റെ പിന്നിൽ അന്നത്തെ ക്ഷേത്രപ്രവേശന സമരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സമരചരിത്രം വിളിച്ചു പറഞ്ഞ് പച്ചപ്പോടെ തലയുയർത്തി നിന്ന ആൽമരത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേടുപാടുകൾ കണ്ടെത്തിയത്. പൊട്ടിവീഴാറായ കൊമ്പുകൾ മാത്രം മുറിച്ചു മാറ്റി ആൽമരം സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ക്ഷേത്രഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നുവെങ്കിലും തായ്തടി മുഴുവൻ ദ്രവിച്ചു പോയതിനാൽ ആ ശ്രമം വിജയം കണ്ടില്ല. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആൽമരം മുറിച്ചു മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് ജനുവരി 27 നടക്കുന്ന വനിതാ പാർലമെന്റിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പോസ്റ്റർ പ്രചരണവുമായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. EMS പഠന കേന്ദ്രം, അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് 27 കാഞ്ഞങ്ങാട് ചൈതന്യ ഓഡിറ്റോറിയത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. PK ശ്രീമതി ടീച്ചറാണ് ഉദ്ഘാടക.
പരിപാടിയുടെ ഭാഗമായി മഹിളാ അസോസിയേഷൻ ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പോസ്റ്റർ പ്രചാരണത്തിന് PC സുബൈദ, M ശാന്ത, P പത്മിനി, KV ശോഭന, M കാർത്തേയനി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുരുന്നുകൾക്ക് ഒരു കൈ സഹായവുമായി നീലേശ്വരം നഗരസഭ. നീലേശ്വരം ഗവൺമെൻറ് LP സ്കൂളിൽ നഗരസഭയുടെ കുടിവെള്ള പദ്ധതി നടപ്പിലായതോടെ ഇവിടെ പഠിക്കുന്ന കുരുന്നുകൾക്ക് ആശ്വാസമായി. വേനൽ തുടങ്ങിയാൽ ജലദൗർലഭ്യം രൂക്ഷമാകുന്നതായിരുന്നു മുൻവർഷങ്ങളിലെ അനുഭവം. നീലേശ്വരം നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് നീലേശ്വരം ഗവൺമെൻറ് LP സ്കൂളിന് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. വിദ്യാഭ്യാസ വർഷത്തിൻ്റെ അവസാനത്തെ മാസമായ മാർച്ചിൽ അനുഭവപ്പെടുന്ന ജലദൗർലഭ്യത്തിന് ഇതോടെ പരിഹാരമായി. നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ KP ജയരാജൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചേർന്നാൽ ശ്രദ്ധിക്കും നോക്കുക. താല്പര്യം കാണിച്ചത് ഇവിടുത്തെ PTA നിങ്ങളുടെ സ്കൂൾ PTA പ്രസിഡന്റ് C പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുഹമ്മദ് റാഫി, കൗൺസിലർ PV രാധാകൃഷ്ണൻ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ T പ്രകാശൻ, വികസന സമിതി ചെയർമാൻ PU ദിനചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക MS ശ്രീദേവി സ്വാഗതവും മദർ PTA പ്രസിഡന്റ് C സീമ നന്ദിയും പറഞ്ഞു. ഐതിഹ്യസമ്പന്നമായ നാർക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന് തുടക്കമായി. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. മീങ്ങോത്ത് നാർക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. കളിയാട്ടത്തിന് മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്രകളെത്തി. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദേവസ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രകൾ എത്തിച്ചേർന്നു. കളിയാട്ടത്തിൻ്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, നാർക്കുളത്ത് ചാമുണ്ടിയമ്മ തെയ്യങ്ങൾ കെട്ടിയാടി. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തി ചൈതന്യത്തിൻ്റെ ഉറവിടമായ നാർക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. കളിയാട്ട മഹോത്സവം തിങ്കളാഴ്ച സമാപിക്കും. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ കാസർഗോഡ് ഡയറിയുടെ പെരിയ മിൽമ മിനി ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. കർഷക സമ്പദ് സമൃദ്ധി ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ എന്ന ദൗത്യവുമായി 24 മണിക്കൂറും പാലും പാലുൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിയ ടൗണിൽ ആധുനിക വിപണന സൗകര്യങ്ങളോടുകൂടി മിൽമ മിനി ഷോപ്പി ആരംഭിച്ചത്. കാസർഗോഡ് ജില്ലയിലെ 2ാമത് മിനി ഷോപ്പിയാണ് പെരിയയിൽ പ്രവർത്തനം തുടങ്ങിയത്. മിൽമ മലബാർ മേഖലാ ചെയർമാൻ KN സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. മിൽമയിലൂടെ മാത്രം ലഭ്യമാകുന്ന ഏകദേശം 11 ലക്ഷത്തോളം ലിറ്റർ പാലായി പ്രതിദിനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തു പറഞ്ഞാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ശ്രീ KC ജോസഫ് പ്രതിനിധാനം ചെയ്യുന്ന ക്ഷീരവികസന വകുപ്പ് ഈ ഭരണകാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടുണ്ടായ നേട്ടങ്ങൾ കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ഇന്ന് പാലിൻ്റെ ഉൽപ്പാദനം ആവശ്യത്തിൽ അധിഷ്ഠിതമായി വന്നിരിക്കുകയാണ്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ അധ്യക്ഷത വഹിച്ചു. മിനി ഷോപ്പിയുടെ ആദ്യ വിൽപ്പന MRC MPU സീനിയർ മാനേജർ P രമേശൻ വാർഡ് മെമ്പർ K കുമാരന് മിൽമ ഉൽപ്പന്നങ്ങൾ നൽകി നിർവഹിച്ചു. മിൽമ മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ ജെസി ടോം ധനസഹായ വിതരണം നടത്തി. പ്രേംലാൽ, P ഗംഗാധരൻ നായർ, A പീതാംബരൻ നായർ, നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർക്കറ്റിംഗ് ഓഫീസർ അനൂപ് സ്വാഗതവും K ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാർഷിക മേഖലയിൽ വമ്പിച്ച കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചുവെന്ന് കൃഷിമന്ത്രി കെ പി മോഹനൻ. ചെമ്മട്ടം വയലിൽ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരയി പാലക്കാലിൽ PR സ്മാരക മന്ദിരം തുറന്നു. മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ 4.5 വർഷക്കാലത്തെ ഭരണം നഗരസഭാ മേഖലയ്ക്ക് അവഗണന മാത്രം നൽകിയെന്ന് KMCSU സംസ്ഥാന പ്രസിഡന്റ് KK ശശികുമാർ. മാണിക്കോത്ത് മഖാമുറൂസ് 25-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൈമാറ്റം 28-ന് നടക്കും. ചടങ്ങ് ചരിത്ര സംഭവമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മീങ്ങോത്ത് നാർക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടം തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.